കഴിഞ്ഞ ദിവസം ഒരാളൊരു ഡൗട്ട് ചോദിച്ചിരുന്നു. അത് 2021 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ബി പാർട്ട് ക്വസ്റ്റ്യനാണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ അപ്ലൈ വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഇൻ ഡൈനാമിക്സ്. ഇത് പറയുന്നതിന് ഒരു ചെറിയ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതിയാൽ ആൻസർ ആകും. എന്നാലും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യം എന്താണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. അത് ഡൈനാമിക്സുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയാം, വർക്കിൻ്റെ കാൽക്കുലേഷനും എനർജിയുടെ കാൽക്കുലേഷനും നടത്തി കഴിയുമ്പോൾ അതിന് ആൻസർ എഴുതുന്ന യൂണിറ്റ് രണ്ടിനും ജൂൾസാണ്. ഇപ്പോൾ വർക്കിൻ്റെ യൂണിറ്റും ജൂൾസാണ്, എനർജിയുടെ യൂണിറ്റും ജൂൾസാണ്. ഇപ്പോൾ കൈനറ്റിക് എനർജി ½ എന്ന് പറയുന്ന ഫോർമുല അറിയാം. വർക്കിൻ്റെ ഫോർമുല ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതുന്ന ആൻസർ ജൂൾസ് വരുന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം വർക്കും എനർജിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് രണ്ടിനും ഒരേ യൂണിറ്റ് വരുന്നത്. പക്ഷേ വർക്ക് എനർജി പ്രിൻസിപ്പിളിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ല പരിശോധിക്കുന്നത്, അങ്ങനെ ഒരു ബന്ധമല്ല അവിടെ അനലൈസ് ചെയ്യുന്നത്. ഞാനത് ഇച്ചിരി മാത്തമാറ്റിക്സിലൂടെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. മോഷൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ F=ma. ഒരു എക്സ് ആക്സിസ് ഡയറക്ഷനിലൂടെയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നതെങ്കിൽ F= മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ. അല്ലെങ്കിൽ weight/g, W/g ആണ് മാസ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അതും അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് വീണ്ടും മാറ്റുകയാണെങ്കിൽ വെലോസിറ്റിയുടെ ഒരു നൊട്ടേഷനായിട്ട് എക്സ് ഡോട്ട് ഉപയോഗിക്കാം. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ നൊട്ടേഷനായിട്ട് എക്സ് ഡോട്ട് ഉപയോഗിക്കാം. അപ്പോൾ dx/dt. dx/dt എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. dx/dt എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ റേറ്റിംഗ് ആണ്. അതാണ് ആക്സലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഞാനിത് ഒരു ഡിഫറൻഷ്യൽ ഫോം ഓഫ് എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. F=ma തന്നെ എക്സ് ഡയറക്ഷനിൽ എഴുതിയിരിക്കുന്നത്. ഇത് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കാവുന്ന ഇക്വേഷനാണ്. അതായത് സ്ട്രെയിറ്റ് ലൈനിലുള്ള ട്രാൻസ്ലേറ്ററി മോഷൻ. അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് എക്സ് ഡയറക്ഷനിലുള്ള ഒരു ദിശ എടുത്തിരിക്കുന്നു മാത്രം. ഈ എഴുതിയിരിക്കുന്ന ഡിഫറൻഷ്യൽ ഫോമിൻ്റെ LHSഉം RHSഉം dx കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ LHSൽ എന്ത് വരും? Fx ഇൻറ്റു dx ഈക്വൽ ടു RHSൽ എന്ത് വരും? മാസ് ഇൻറ്റു dx/dt. ഞാൻ ആ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ രീതിയിലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. ഇത് ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതാം. Fx ഇൻറ്റു dx ഈക്വൽ ടു W/g. ഇവിടെ dx/dt എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, എക്സ് ഡോട്ടാണ്. എക്സ് ഡോട്ട് ഇൻറ്റു dx ഡോട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്ന് കോമൺ ഡെറിവേറ്റീവിൻ്റെ ടേമിൽ എഴുതാം. കാരണം ഡബ്ല്യുവും ജിയും ആ ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് കോൺസ്റ്റൻറ്റ് വെയ്റ്റും കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂവാണ്. അതുകൊണ്ട് ആ ഡെറിവേറ്റീവിൻ്റെ പ്രയോഗം ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് W/g ഇൻറ്റു, ഇനി ഈ പോർഷൻ്റെ ഫോം കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ x²/2 ആണ്. കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ആൻസർ കിട്ടും. W/g കോൺസ്റ്റൻ്റ് ആണ്, പുറത്ത് എഴുതാം. ഈ ആൻസറായി. ഇനി x²/2ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. 1/2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് ഡോട്ട്, അത് dx/dt ആണ്, ഇൻറ്റു dx ഡോട്ട്. അപ്പോൾ മുകളിലുള്ള ആൻസർ തന്നെ ഡെറിവേറ്റീവ് കാണുമ്പോൾ കിട്ടും. അപ്പോൾ അത് ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് താഴെ എഴുതിയ സ്റ്റെപ്പ് എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. W/g അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. x²ൻ്റെ
ഡെറിവേറ്റീവ് എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ മുകളിലോട്ട് മാറ്റി എഴുതാം. 2 ഇൻറ്റു അല്ല 1/2 ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, അതാണ് 2 ഇൻറ്റു എക്സ് ഡോട്ട് ഇൻറ്റു എക്സ് ഡോട്ടിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ഡോട്ട് ബൈ ഡി ടി. ഈ എക്സ് ഡോട്ടാണ്, ഇത് രണ്ടും ക്യാൻസലായി പോകും. ഈ എക്സ് ഡോട്ടാണ് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത്. ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഡി എക്സ് ഡോട്ട് ബൈ ഡി ടി. ഈ എഴുതിയിരിക്കുന്നതാണ് ഈ രണ്ട് ടേമുകൾ. ഇത് വരില്ല, നമ്മൾ ജസ്റ്റ് ഡെറിവേറ്റീവ് എഴുതിയാൽ മതിയല്ലോ, ഇത് വരില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ടേം കമ്പൈൻ ചെയ്ത് കോമൺ ആയിട്ട് ഡെറിവേറ്റീവ് ഫോം എടുത്തിട്ട് ഈ ബ്രാക്കറ്റിൽ കാണുന്ന രീതിയിൽ സ്റ്റെപ്പ് എഴുതിയിരിക്കുകയാണ്. ഇത് കറക്റ്റാണ്. ഒന്നുകൂടെ പറയാം, W/G കോൺസ്റ്റൻ്റ് ആണ്, അത് ഹാഫ് ഇൻറ്റു ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. എക്സ് ഡോട്ട് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഡോട്ട് ഇൻറ്റു ഡി എക്സ് ഡോട്ട്. എക്സ് ഡോട്ട് എന്താണ്? ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ അതാണ് ഈ ബ്രാക്കറ്റ് ഞാൻ കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് വരെ എത്തിയിരിക്കുന്നതെന്ന് റിമെമ്പർ ചെയ്യുക. ഞാനതൊന്ന് മുകളിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ ആ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ട്രാൻസ്ഫേർഡ് ഫോം. ലെഫ്റ്റ് സൈഡിൽ ഫോഴ്സ് ഇൻ എഫ് ഡയറക്ഷൻ ഇൻറ്റു ഡി എക്സ്, റൈറ്റ് സൈഡിൽ ഒരു ഡെറിവേറ്റീവ് ടൈമാണ് എഴുതിയിരിക്കുന്നത്, ഡെറിവേറ്റീവ് ഓഫ് W/G ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ ബൈ 2. നമ്മളിപ്പോൾ ഡൈനാമിക്സിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ ഡൈനാമിക്സ് മൂവ്മെൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ മാത്രമാണ് കൺസിഡറേഷനിൽ എടുത്തിരിക്കുന്നത്. അത് എക്സ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് അസ്യൂം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മൂവ് ചെയ്യുന്നതോറും എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റൻസ് കൂടുതൽ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം കഴിയുന്നു, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ മൂവ്മെൻറ്റിനെ അനുസരിച്ച് എത്ര ഡിസ്റ്റൻസ് കൂടി വരുന്നു എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് എക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഈ മൂവ്മെൻറ്റ്. അതാണ് എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സാണ്. അപ്പോൾ അവിടെ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. അതായത് ഫോഴ്സും ആ ഡിസ്പ്ലേസ്മെൻറ്റും പരസ്പരം റിലേറ്റഡ് ആണ്. അതൊരു ഫങ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സും എക്സ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റും പരസ്പരം ഒരു ഫങ്ഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് എക്സ് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ ഫോഴ്സ് എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് വൈ ആക്സിസിലും ആ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ എക്സ് ആക്സിലും എക്സ് വാല്യൂ ആണത്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ദൂരം കൂടാം കുറയാം, പല രീതിയിൽ ബിഹേവിയർ ആവാം. ഇപ്പോൾ ഞാൻ ഇതിനൊരു ജനറൽ കർവായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ഒരൊറ്റ കർവേ വരികയുള്ളൂ, കാരണം ഓരോ ഫോഴ്സിനനുസരിച്ച് ഏതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല പോയിന്റുകളാണ് കിട്ടുന്നത്. പല ഫോഴ്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് പല എക്സ് വാല്യൂസ് കിട്ടുന്നു. അതാണ് ആ അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ്. അത് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ പല പോയിൻറ്റ്സാണ് നമുക്ക് ഈ ഒരു സ്പേസിൽ കിട്ടുക. അതെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു കർവ് ഏതെങ്കിലും ഒരു രീതിയിലായിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡ്, നമ്മുടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ഈ ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്താൽ Fx എന്ന് പറയുന്നത് ഈ ഗ്രാഫിലെ y വാല്യൂ ആണ്. എക്സ് എന്ന് പറയുന്നത് ഈ ഗ്രാഫിലെ എക്സ് വാല്യൂ ആണ്. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ എക്സ് ആക്സിസിലുള്ള ഒരു ചെറിയൊരു ഇൻഫിനിറ്റ്സിമലി സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡി എക്സ്. ഇൻഫിനിറ്റ്സിമലി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഞാനത് ഈ ഗ്രാഫിൽ അതൊന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ Fx ഇൻറ്റു ഡി എക്സ് ഈ കാണുന്ന ഒരു പോർഷനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. Fx ഇൻറ്റു ഡി എക്സ്. Fx കറസ്പോണ്ടിങ് ഫോഴ്സ് വാല്യൂ, ഡി എക്സ് ആ ഫോഴ്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഗ്രാഫിലെ LHS ആണ് ഇപ്പോൾ ഈ ഗ്രാഫിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ നമ്മുടെ ഇക്വേഷനിലെ LHS ആണ്. അതൊന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണത്. അതൊരു വർക്ക് ഡൺ വാല്യൂ ആണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് Fx ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ് പ്രൊഡ്യൂസ് ചെയ്യാനെടുത്ത അതിൻ്റെ ഫലമായിട്ടുണ്ടായ വർക്ക് ഡൺ ആണ് LHSൽ എഴുതിയിരിക്കുന്നത്. ഇനി RHS ഒന്ന് നോക്കുക. RHSൽ ഒരു ഡെറിവേറ്റീവ് ഫോമാണ്. അതിലെ ആ ബ്രാക്കറ്റ് കണ്ടൻറ്റ് മാത്രം നോക്കുക, സ്ക്വയർ ബ്രാക്കറ്റിലുള്ള കണ്ടൻറ്റ്. അത്
W/G മാസ്സാണെന്നറിയാം. എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ആണെന്നറിയാം. അപ്പോൾ ഹാഫ് mv², ആ ഒരു ഫോമാണ്. ഹാഫിൻ്റെ /2 അടിയിലുണ്ട്, എം ഇവിടെയുണ്ട്, വെലോസിറ്റി സ്ക്വയർ ഇവിടെയുമുണ്ട്. ഹാഫ് mv² എന്ന് പറയുന്ന ആ ഒരു പ്രയോഗമാണ് ആ സ്ക്വയർ ബ്രാക്കറ്റിലുള്ളത്, വിച്ച് മീൻസ് കൈനറ്റിക് എനർജിയാണ്. ഹാഫ് mv² കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള വർക്ക് ഡൺ കാൽക്കുലേഷൻ റൈറ്റ് സൈഡിലുള്ള കൈനറ്റിക് എനർജിയുടെ ഒരു ഡെറിവേറ്റീവ് എക്സ്പ്രഷനോട് ഇക്വേറ്റ് ചെയ്തുള്ള ഒരു ഇക്വേഷനാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ള വർക്ക് ഡൺ മീൻസ് ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് dx പ്രൊഡ്യൂസ് ചെയ്യാൻ എടുത്ത അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഡൺ ആണ്. അതുകൊണ്ടാണ് ആ ഡെറിവേറ്റീവ് ഫോം RHS വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു സ്മോൾ വർക്ക് ഡൺ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് കൈനറ്റിക് എനർജിയുടെ ഒരു ഡെറിവേറ്റീവ് ഫോം ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഓഫ് ന്യൂട്ടൺസ് ലോ ആണ്. നമ്മൾ അതിൻ്റെ കൺവേർട്ടഡ് ഫോമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ഇക്വേഷൻ 1നെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇൻ്റഗ്രേഷൻ സ്റ്റെപ്പ് ഞാൻ ഈ ഗ്രാഫിൻ്റെ താഴെ എഴുതാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ. LHS ഇൻ്റഗ്രൽ ഫോമിൻ്റെ അകത്ത് എഴുതണം. fx dx RHSൽ ഡെറിവേറ്റീവ് ഫോമാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇൻ്റഗ്രേഷൻ നടത്തി കഴിയുമ്പോൾ ആ സ്ക്വയർ ബ്രാക്കറ്റ് ടേം അതേ ഇവിടെ എഴുതാൻ പറ്റും. വെലോസിറ്റി സ്ക്വയർ ബൈ 2, മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ബൈ 2. ഇത് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. പക്ഷേ ഈ ഇൻ്റഗ്രേഷന് ഒന്ന് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഒരു ജനറൽ ഇൻ്റഗ്രേഷൻ സിമ്പിൾ ഇടാതെ നമുക്ക് ഈ ഗ്രാഫിനെ റെഫർ ചെയ്തുകൊണ്ട് എഴുതാം. ഫോഴ്സിന് ഒരു ഫോഴ്സ് ഇൻറ്റു dx എന്നുള്ളിടത്ത് ഇൻ്റഗ്രേഷൻ നടക്കാൻ ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻ്റഗ്രൽ വേരിയബിൾ എക്സ് ആണ്, dx ആണല്ലോ അതിൻ്റെ ഓപ്പറേറ്റർ. അപ്പോൾ ആ എക്സിന് ഒരു ലോവർ വേരിയബിൾ അപ്പർ വാല്യൂം കൊടുത്ത് ലിമിറ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇതിൻ്റെ എഴുതാൻ പറ്റും. അപ്പോൾ അത് ഒരു ഇനിഷ്യൽ വാല്യൂ മുതൽ ഇനിഷ്യൽ വാല്യൂവിന് ഞാൻ 0 എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരു ഇനിഷ്യൽ വാല്യൂ മുതൽ ആ സമയത്തെ എക്സ് വാല്യൂ വരെ. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ ആയി, ഒരു എൻഡ് വാല്യൂ ആയി. അതുകൊണ്ട് ഞാൻ ആ ഇൻ്റഗ്രലിനെ ആ രീതിയിൽ എഴുതുകയാണ്. ഇൻ്റഗ്രേഷൻ നടത്തി കഴിയുമ്പോൾ ഒരു കാര്യം ഇക്വേഷൻ 2 വിട്ടുപോയി, ഒരു പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനും കൂടെ എവിടെയെങ്കിലും വരണം, LHS അല്ലെങ്കിൽ RHS. ഇനി നമുക്ക് ആ സിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് സിയുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എളുപ്പമാണ്. W/G x ഡോട്ട് സ്ക്വയർ ബൈ 2 ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഇത് മൈനസ് ആവും. ഓക്കെ, ബാക്കി അതുപോലെ തന്നെ നിൽക്കും. 0 to x fx dx. ഒരു ഇനീഷ്യൽ കണ്ടീഷനും ഒരു ഫൈനൽ കണ്ടീഷനും ഇവിടെ അപ്ലൈ ചെയ്താൽ മാത്രമേ സിയുടെ വാല്യൂ കിട്ടുകയുള്ളൂ. ഇനീഷ്യൽ കണ്ടീഷനായിട്ട് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 0th ടൈമിലുള്ള എക്സ് വാല്യൂ എടുക്കാം. അതിനെ നമുക്ക് x0 എന്ന് വിളിക്കാം. ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കറണ്ട് ഇൻസ്റ്റൻറ്റിലുള്ള എക്സ് വാല്യൂ, അതിനെ ജനറലി എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഇനിഷ്യൽ വാല്യൂ ആയിട്ട് x0 കൊടുക്കാം. x0 മുതൽ എക്സ് വരെ എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ മാറ്റി എഴുതാം. അപ്പോൾ x0th ടൈമിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ x0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. അത് x.0 ആണ്. അപ്പോൾ ഞാനൊരു ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് ഈ ഒരു ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി. അതായത് ഇനിഷ്യലി എക്സ് വാല്യൂ x0 ആണ്, ദെൻ ഇനിഷ്യലി വെലോസിറ്റി വാല്യൂ x.0 ആണ്. ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് സിക്ക് വാല്യൂ കണ്ടുപിടിക്കുക. ആ കണ്ടെത്തുന്ന സിയുടെ വാല്യൂ ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ C - W/G എക്സ് ഡോട്ട് വെലോസിറ്റി ആണ്, ഇനിഷ്യലി ആ വെലോസിറ്റി x.0 സ്ക്വയർ ബൈ 2 പ്ലസ് ഇൻ്റഗ്രേഷൻ്റെ അകത്ത് ഇനിഷ്യൽ വാല്യൂ സെറ്റിങ്സ് അനുസരിച്ച് 0 to x0 എഴുതാം, fx dx. ഈ സി വാല്യൂ നമ്മുടെ ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 2ൻ്റെ ആ കോൺസ്റ്റൻറ്റ് മാറി കിട്ടുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ച് കിട്ടിയത് നമ്മൾ യൂസ് ചെയ്യുകയാണ്. അങ്ങനെ എഴുതുമ്പോൾ LHS അതുപോലെ തന്നെ എഴുതുകയാണ്.
ഇൻ്റഗ്രൽ 0 to x fx dx ഈക്വൽ ടു W/G RHS അതുപോലെ തന്നെ എഴുതുന്നു എക്സ് ഡോട്ട് സ്ക്വയർ ബൈ 2 പ്ലസ് സിക്ക് പകരം ഈ -W/G ഏറ്റവും താഴെയുള്ള ഈ റിസൾട്ട് എഴുതുകയാണ്. അപ്പോൾ മൈനസ് വേണം, -W/G എക്സ് ഡോട്ട് 0 ഡോട്ട് സ്ക്വയർ ബൈ 2 പ്ലസ് ഇൻ്റഗ്രൽ 0 to x0 fx dx. ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് സ്ക്രീനിൽ കാണത്തില്ല. ഇൻ്റഗ്രൽ 0 to x ആണ് fx dx, അവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻ്റഗ്രൽ 0 to x fx dx ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ഇൻ്റഗ്രൽ 0 to x0 fx dx ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഇൻ്റഗ്രൽ ടേം LHSലേക്ക് കൊണ്ടുവന്നാൽ ഒരു മൈനസ് ടേമായി വരും. അപ്പോൾ ഓൾറെഡി LHSലുള്ള അതിനോടുകൂടി ക്ലബ് ചെയ്ത് RHSലുള്ള ഒരു ഇൻ്റഗ്രൽ ടേമോട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ x0 to x എന്നായി മാറ്റി എഴുതാൻ പറ്റും. അതാണല്ലോ ആ ഇൻ്റഗ്രേഷൻ്റെ ആ ഒരു അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമും കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ RHSലുള്ള ഈ ഒരു ഇൻ്റഗ്രൽ ടേം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻ്റഗ്രൽ 0 to x fx dx മൈനസ് ഇൻ്റഗ്രൽ 0 to x0 fx dx എന്ന് വരും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ x0 to x fx dx എന്ന് എഴുതാൻ പറ്റും. ആ രീതിയിലേക്ക് ഞാൻ മുകളിലുള്ള ഈ ഒരു ഇക്വേഷനെ മാറ്റി എഴുതുകയാണ്. വിച്ച് മീൻസ് ഈ RHSലുള്ള ഈ ഒരു ഇൻ്റഗ്രൽ ടേം മായ്ച്ച് കളയുന്നു. അത് LHSലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ LHSലുള്ള ഇൻ്റഗ്രൽ ടേം ഈ താഴെ എഴുതിയിരിക്കുന്ന ഈ ടേം പോലെ എഴുതാൻ പറ്റും. ഇൻ്റഗ്രൽ x0 x fx dx. ഇത് നമ്മുടെ ഇക്വേഷൻ 2ൽ കോൺസ്റ്റൻറ്റ് C അപ്ലൈ ചെയ്തപ്പോഴുണ്ടായതാണ്. അത് ഞാൻ ഇക്വേഷൻ 2a എന്ന് വിളിക്കുകയാണ്. ഇവിടെ വീണ്ടും LHS ഒന്ന് പരിശോധിക്കുക. അത് ഒരു ഇൻ്റഗ്രേഷനാണ് fx dxൻ്റെ. fx dx എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ ഗ്രാഫിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്മോൾ എലിമെൻ്ററി ഏരിയ ആണ് ഹൈറ്റ് fx ഇൻറ്റു വിഡ്ത്ത് dx fx dx. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ x0 മുതൽ x വരെ, അതാണ് LHSലെ മീനിങ്. x0 മുതൽ x വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്യുന്ന കംപ്ലീറ്റ് ഗ്രാഫിക്കൽ ഏരിയയാണ് ആ ഇൻ്റഗ്രേഷൻ്റെ മീനിങ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു പോർഷൻ്റെ മീനിങ് ഈ ഗ്രാഫുമായിട്ട് റെഫർ ചെയ്തപ്പോൾ മനസ്സിലായല്ലോ. fx dx ആ ഒരു ബ്ലൂ കളർ ഷെയ്ഡഡ് ഏരിയ ആണ്. അതിൻ്റെ ഇൻ്റഗ്രേഷൻ പ്രോസസ് ഫ്രം x0 to x മീൻസ് ആ ലിമിറ്റിംഗ് കണ്ടീഷൻ, സ്റ്റാർട്ടിംഗ് ലിമിറ്റ് ആൻഡ് എൻഡിങ് കണ്ടീഷൻസ് ആണ്. അത് ഗ്രാഫിൽ ഒബ്സർവ് ചെയ്താൽ അറിയാം. x0 മുതൽ x വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഏരിയ ആണ്. ആ കംപ്ലീറ്റ് ഏരിയയ്ക്ക് ഒരു പേരിട്ട് എഴുതാം, ABCD. ഏരിയ ABCD ആണ് ഈ LHS ഏരിയ ABCD. അപ്പോൾ അതൊരു വർക്ക് ഡൺ കാൽക്കുലേഷനാണ് ആ ഏരിയയുടെ മീനിങ്. കാരണം ഹൈറ്റ് ഫോഴ്സിനെ വിഡ്ത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണല്ലോ ആ ഒരു ഏരിയയുടെ മീനിങ്. അതൊരു വർക്ക് ഡൺ കാൽക്കുലേഷനാണ് LHSൽ കാണുന്നത്. ഇനി ഈ 2a ഇക്വേഷൻ്റെ RHS റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് നോക്കുക. അത് ഒരു കൈനറ്റിക് എനർജി മൈനസ് മറ്റൊരു കൈനറ്റിക് എനർജി ടേമാണ്. രണ്ട് കൈനറ്റിക് എനർജി ടേമിൻ്റെ ഡിഫറൻസ് ആണ്. വിച്ച് മീൻസ് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യത്തെ കൈനറ്റിക് എനർജി ടേം എക്സിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കൈനറ്റിക് എനർജി ടേം x0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഇവിടെ വെലോസിറ്റി അറ്റ് പോയിൻ്റ് BC ആണ്. ഇവിടെ വെലോസിറ്റി അറ്റ് AD ആണ്. ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ളതാണ്. അപ്പോൾ ഇനിഷ്യലി ഉള്ള വെലോസിറ്റി, ഇത് ഫൈനലി ഉള്ള വെലോസിറ്റി. അപ്പോൾ ഈ ഒരു ½ mv² -12mv² ഫോർമാറ്റിൽ നിന്ന് മനസ്സിലാക്കാം ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി, അതായത് അവിടെ കൈനറ്റിക് എനർജിക്ക് ഉണ്ടായ ചേഞ്ച് എന്താണെന്നുള്ളൊരു ഒബ്സർവേഷനാണ് RHSലുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണ്? ഒരു സ്മോൾ വർക്ക് ഡണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫുൾ വർക്ക് ഡൺ കാൽക്കുലേഷൻസ് ആണ്. RHSൽ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇനിഷ്യലി ആ മൂവിങ് ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജി വാല്യൂ ഉണ്ടായിരുന്നു. അത് ഈ വർക്ക് ഡണ്ണിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരു ഫൈനലി പുതിയൊരു കൈനറ്റിക് എനർജി വാല്യൂ ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഒരു വേരിയേഷൻ അവിടെ സംഭവിച്ചു. ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു. ആ മൈനസ് പ്രോസസ്സിലൂടെ ആ ഡിഫറൻസ് ആണ് കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഒരു അഡീഷണൽ വാല്യൂ അത് പോസിറ്റീവ് കൈനറ്റിക് എനർജി ആവാം, നെഗറ്റീവ് കൈനറ്റിക് എനർജി ആവാം. ആ ഒരു ഇൻക്രിമെൻറ്റ് ഓഫ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് ഈ വർക്ക് ഡണ്ണിലൂടെ സാധിച്ചത്. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു ബോഡിയിൽ എനർജിയിൽ ഒരു ഇൻക്രീസ് ഓർ ഡിക്രീസ് സംഭവിക്കുകയാണ്. അപ്പോൾ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയിലൂടെയാണ് അതിവിടെ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം RHSൽ വന്ന എക്സ്പ്രഷൻ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനാണ്. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എപ്പോഴും വരുന്നത് വെലോസിറ്റിയുടെ ടേം അതിലേക്ക് കടന്നു വരുമ്പോഴാണ്. അതാണ് x.2ഉം x0.2ഉം ഒക്കെ വന്നപ്പോൾ അത് വെലോസിറ്റി ടേംസ് ആണ്. അപ്പോൾ നമ്മൾ ആ വെലോസിറ്റി ടേംസ് ഇതിലേക്ക് കൊണ്ടുവന്നത് ഒരു റെക്റ്റിലിനിയർ മോഷൻ ഇൻ എക്സ് ഡയറക്ഷൻ കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു റിലേഷൻഷിപ്പാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. അല്ലാതെ വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആയതുകൊണ്ടോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ജൂൾ ആയതുകൊണ്ടോ തമ്മിൽ റിലേറ്റഡ് ആണെന്ന് പറയുന്നതിന് പകരം ഈ രീതിയിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഇടയാക്കിയത് ആ വർക്ക് ആണെന്നുള്ള ആ ഒരു ഒബ്സർവേഷനാണ് ഈ ഒരു വർക്ക് എനർജി പ്രിൻസിപ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ആ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ്റെ പ്രസക്തിയിലേക്കാണ് കിടക്കുന്നത്. വർക്ക് ഡൺ പ്രിൻസിപ്പിൾ, വർക്ക് എനർജി പ്രിൻസിപ്പിളും ഡൈനാമിക്സും തമ്മിലുള്ള ഒരു കോറിലേഷൻ. ഈ ഒരു ഇക്വേഷനാണ് അതിനുവേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് വർക്ക് ഡൺ ഈസിക്കൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ വർക്ക് ഡണ്ണ് ഇവിടെ ഡൈനാമിക്സായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് കൈനറ്റിക് എനർജിയുടെ ഒരു എക്സ്പ്രഷൻ ആയതുകൊണ്ടും അതിനകത്ത് വെലോസിറ്റി ടൈം വരുന്നതുകൊണ്ടും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാനിത് 1-2 സിറ്റുവേഷൻസ് വഴി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു ഫ്രീലി ഫോളിങ് ബോഡി വിചാരിക്കുക. അതിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് RHS ആക്ച്വലി എഴുതുകയാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ ഡെപ്തിൽ ഒരു ഡെപ്തിൽ ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. ഇനിഷ്യലി അതിൻ്റെ x.0യുടെ വാല്യൂ, അതായത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് അസ്യൂം ചെയ്യാം. കാരണം ഫ്രീലി ഫോളിങ് ബോഡി അതൊരു ഡെപ്തിൽ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അതൊരു പർട്ടിക്കുലർ വെലോസിറ്റി അറ്റൈൻ ചെയ്യും. അപ്പോഴുള്ള വെലോസിറ്റി x.0 ആയിട്ട് എടുക്കാം. ആ സമയത്ത് അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്ത് വീണ് അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ സിറ്റുവേഷൻസ്. ഇവിടെ ഈ ഒരു ട്രാവലിംഗ് മോഡിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ചിങ് കൈനറ്റിക് എനർജിയുടെ ഫോർമുലയിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു നെഗറ്റീവ് പോർഷൻ 0 ആണ്. ഇനിഷ്യലി ഒരു കൈനറ്റിക് എനർജി ഇല്ലായിരുന്നു, അതൊരു സ്റ്റേഷനറി കണ്ടീഷനാണ്. അവിടുന്ന് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് വർക്ക് ഡൺ. ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി എഴുതുകയാണെങ്കിൽ അവിടെ പ്ലേ ചെയ്യുന്ന ഫോഴ്സ് Fx എന്നുള്ള കേസ് ഇവിടെ Fy ആവുന്നേ ഉള്ളൂ, Dx എന്നുള്ള Dy ആവുന്നേ ഉള്ളൂ. കാരണം y ഡയറക്ഷനിലാണ് ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഫ്രീലി ഫോളിങ് ബോഡിയെ സംബന്ധിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് അതിൻ്റെ സെൽഫ് വെയിറ്റ് ആണ്. ഇപ്പോൾ Fx എന്ന് പറയുന്നത് W, അതിൻ്റെ വെയിറ്റ് ആയിട്ട് എഴുതാം. ഇത് വർക്ക് ഡണ്ണിൻ്റെ W അല്ല, അതിൻ്റെ വെയിറ്റ് W ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ y ഡയറക്ഷൻ, വെർട്ടിക്കലി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് W/H ആണ്. ഈ ഒരു W/H എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടാണ്. വർക്ക് ഡൺ ഇതാണ്, ആ ഫോളിങ് ബോഡിയുടെ വർക്ക് ഡൺ. അതിൻ്റെ വെയിറ്റാണ് അതിനെ താഴേക്ക് കൊണ്ടുവരുന്നത്. ഡിസ്റ്റൻസ് കവർ ചെയ്തുവെങ്കിൽ ആ ഒരു വെയിറ്റുള്ള ഒബ്ജക്റ്റ് എത്ര വർക്ക് ചെയ്തു താഴേക്ക് വരാൻ എന്നുള്ളത് ഈ W/Hലൂടെ കിട്ടുന്നു. RHS ഈ ഒരു പോർഷൻ 0 ആണെന്ന് മനസ്സിലാക്കി ഫൈനൽ വെലോസിറ്റിക്ക് അനുസരിച്ച് ഞാൻ അതൊന്ന് എഴുതുകയാണ്. അതിൻ്റെ വെയിറ്റ് ബൈ G. അവിടെ വെലോസിറ്റിയുടെ ടേം തന്നെ ഞാൻ എഴുതുന്നു. V ഫൈനൽ വെലോസിറ്റി, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൽ വെലോസിറ്റി, ബോട്ടമിലെത്തി റീച്ച് ചെയ്തപ്പോഴുള്ള വെലോസിറ്റി, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോഴുള്ള വെലോസിറ്റി V²/2. ഈ രീതി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ W പോവും. അപ്പോൾ V² = 2GH എന്ന് കിട്ടും, അല്ലെങ്കിൽ V = √2GH എന്ന് കിട്ടും. അപ്പോൾ ഒരു ഫ്രീലി ഫോളിങ് ബോഡിയുടെ ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ വർക്ക് എനർജി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് വെലോസിറ്റിക്ക് ഒരു കാൽക്കുലേഷൻ മെത്തേഡ് കണ്ടുപിടിച്ചു. അപ്പോൾ ഏതൊരു ബോഡി ഫ്രീലി ഫോൾ ചെയ്യുമ്പോഴും അത് എത്ര ഡിസ്റ്റൻസ് ഫോളിങ്ങിന് വേണ്ടി കവർ ചെയ്തു, ആ ഡിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് √2GH പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വെലോസിറ്റി അറ്റൈൻ ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഡൈനാമിക്സിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉള്ളൊരു ഇക്വേഷനാണ്. ഇത് നമുക്ക് കിട്ടുന്നത് ഈ വർക്ക് എനർജി പ്രിൻസിപ്പിളിലാണ്. അപ്പോൾ ഡൈനാമിക്സിലേക്ക് ഈ വർക്ക് എനർജി പ്രിൻസിപ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്, ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഞാൻ മറ്റൊരു കേസും കൂടെ പറയാം. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ
ഞാൻ മുകളിൽ നേരത്തെ കിട്ടിയ ഇക്വേഷൻസ് രണ്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ ഒരു ഇൻക്ലൈൻഡ് സർഫസിലൂടെ ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്ത് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. വെർട്ടിക്കലി അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. ഈ സ്ലൈഡിങ്ങിന് കാരണം ആ വെർട്ടിക്കലായിട്ടുള്ള അതിൻ്റെ സെൽഫ് വെയിറ്റ് ആണ്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ 2a LHS ആണ്. ഇവിടെയും വർക്ക് ഡൺ W/H തന്നെയാണ്. കാരണം ആ വെർട്ടിക്കൽ വെയിറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ വെർട്ടിക്കലി എച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്താൽ മതി. ഇൻക്ലൈൻഡ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എനിവേ ആ വർക്ക് ഡൺ W/H തന്നെയാണ്. അപ്പോൾ LHSലെ വർക്ക് എനർജി പ്രിൻസിപ്പിളിലെ LHS ആണ് ഞാൻ ഇപ്പോൾ എഴുതിയത്. ഇനി RHSൻ്റെ കാര്യം നോക്കാം. RHSൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വെലോസിറ്റി ടേം ഇനിഷ്യലി അതൊരു 0 വെലോസിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു റെസ്റ്റിംഗ് കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കുക. നമ്മൾ അത്രയും നേരം അത് ഹോൾഡ് ചെയ്തിരുന്ന ആ ഒരു തടസ്സം മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ കൈ ആണെങ്കിൽ കൈ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ആ ഒരു ചേഞ്ചിങ് കൈനറ്റിക് എനർജിയുടെ ഫോർമുലയിലെ രണ്ടാമത്തെ ടേം -W/G(h.0²/2) 0 ആണ്. അപ്പോൾ ഫൈനലി താഴെ റീച്ച് ചെയ്ത് കഴിയുമ്പോഴുള്ള വെലോസിറ്റിയുടെ കാര്യം മാത്രം അവിടെ ഈ കേസിലും കൺസിഡർ ചെയ്താൽ മതി. എനിവേ അവിടെ ആ മൂവ്മെൻറ്റിന് കാരണം ഈ ഇക്വേഷനിൽ കാണുന്നത് പോലെ W എന്ന ഇതിൻ്റെ ഈ ഒരു വെയിറ്റ് അല്ല, ആ Wൻ്റെ ആ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണ്. അപ്പോൾ നമുക്കതിനിവിടെ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്താലേ ആ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് കിട്ടുകയുള്ളൂ. അതൊരു റെക്റ്റാങ്കിളാണ്. ഇതാണ് ആ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ്. ഇത് W, ഈ ഒരു ഇൻക്ലിനേഷൻ അനുസരിച്ച് അത് എഴുതി കഴിഞ്ഞാൽ W sin ആൽഫയാണ്. ആ ഡയറക്ഷനിൽ അപ്പോൾ സ്ലൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡയറക്ഷനിലുള്ള വർക്ക് കാൽക്കുലേഷന് നമുക്ക് ആ W sin ആൽഫ മാത്രം മതി. കൂടാതെ ആ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണെന്നും കൂടെ അതിനോടുകൂടി മൾട്ടിപ്ലൈ ചെയ്താലേ ആ ഡയറക്ഷനിലുള്ള വർക്ക് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ A മുതൽ B വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ഈ ഒരു വെർട്ടിക്കൽ എച്ചിൽ നിന്നും ഈ ഒരു ആൽഫയിൽ നിന്നും നമുക്ക് ഒബ്സർവ് ചെയ്താൽ H sin ആൽഫയാണ്. H sin ആൽഫ. അപ്പോൾ ആ ഒരു വർക്ക് കാൽക്കുലേഷൻ W sin ആൽഫ ഇൻറ്റു H sin ആൽഫയാണ്. സോറി, അത് H sin ആൽഫ അല്ല, H/sin ആൽഫയാണ്. അതിൻ്റെ മാത്തമാറ്റിക്സ് ഒന്നുകൂടെ നോക്കിയാൽ അത് ഉറപ്പാക്കാം. ഞാൻ അതിന് സമയം കളയുന്നില്ല. ഈ ഒരു ഇൻക്ലൈൻഡ് വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് ട്രിഗണോമെട്രി ഉപയോഗിച്ച് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ട്രിഗണോമെട്രി ഉപയോഗിച്ച് ഈ സൈഡ് H ആണെങ്കിൽ ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ ഒന്ന് ഹൈപ്പോട്ടനസ് AB കണ്ടുപിടിച്ച് നോക്കുക. അത് H/sin ആൽഫയാണ്. അപ്പോൾ W sin ആൽഫ ഇൻറ്റു H/sin ആൽഫ എന്ന് പറയും. നോക്കുക, ഈ സൈൻ ആൽഫയും ക്യാൻസലായി പോകും. അപ്പോൾ നമ്മൾ ആദ്യം വെർട്ടിക്കലി ഉള്ള Wൻ്റെ ഇൻഫ്ലുവൻസിൽ വെർട്ടിക്കലി H ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്ത അതേ വർക്ക് ഡൺ തന്നെയാണ് ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ട്രാവലിംഗ് പാത്ത് സെലക്ട് ചെയ്താലും കിട്ടുന്നതെന്ന് ഉറപ്പാക്കുക. കൂടാതെ ഈ ഒരു വർക്ക് എനർജി പ്രിൻസിപ്പിളിനകത്ത് ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ടേം 0 ആയിരിക്കുമെന്ന് ഈ കേസിലും കണ്ടു. അപ്പോൾ നേരത്തെ ഫ്രീലി ഫോളിങ് ബോഡിയുടെ ഇക്വേഷൻ പോലെ തന്നെ ഒരു ഫോമാറ്റാണ് ഇതിനുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് x.2 v² എന്ന് തന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സെയിം ഇക്വേഷൻ അത് മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീലി ഫോളിങ് ബോഡിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വെലോസിറ്റിക്ക് √2gh കിട്ടി. ഒരു ഇൻക്ലൈൻഡ് സർഫസിലൂടെ വെയിറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ ഈ W sin ആൽഫ എന്ന വെയിറ്റിൻ്റെ കമ്പോണൻറ്റ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ സ്ലൈഡ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ കേസിലും ആ സ്ലൈഡിങ് വെലോസിറ്റി ബോട്ടമിൽ എത്തിക്കഴിയുമ്പോൾ അച്ചീവ് ചെയ്യുന്ന വെലോസിറ്റി √2gh ആണെന്ന് കണ്ടെത്തി. അപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത രണ്ട് സാമ്പിൾ സിറ്റുവേഷൻസിനും നമുക്ക് ഒരേ ഫോർമുല തന്നെയാണ് മാത്തമാറ്റിക്കലി കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് ആണ് ഞാൻ ഈ എക്സാമ്പിൾസിലൂടെ ഹൈലൈറ്റ് ചെയ്തത്. വർക്ക് എനർജി പ്രിൻസിപ്പിളും ഡൈനാമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ്റെ ഫോർമേഷനാണ് ഞാനിവിടെ കാണിച്ചത്, V √2gh. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എങ്ങനെ വർക്ക് എനർജി പ്രിൻസിപ്പിൾസ് ഡൈനാമിക്സിൽ യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതിന് ഉത്തരം എഴുതാനുള്ള ഒരു നോളജ് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്.